കാരശ്ശേരി പഞ്ചായത്തിലെ നോർത്ത് കാരശ്ശേരി പാഴൂർത്തോട്ടം റോഡ് തകർന്ന് കാൽനടയാത്ര പോലും ദുഷ്കരമായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുമായും പാഴൂർത്തോട്ടം പള്ളി ജംഗ്ഷനിൽ മുക്കംകടവ് ആനയാങ്കുന്ന് റോഡുമായും ബന്ധിപ്പിക്കുന്നതാണ് ഈ റോഡ്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ നോർത്ത് കാരശ്ശേരി പാഴൂർത്തോട്ടം റോഡാണ് പൂർണ്ണമായി തകർന്ന് യാത്രക്കാർക്ക് ദുരിതമായി മാറിയത്. വളരെയധികം തകർന്നിട്ടും നന്നാക്കാൻ ഇത്രയും വൈകിയ റോഡ് പഞ്ചായത്തിൽ തന്നെ വേറെയില്ല എന്നതാണ് വസ്തുത. വാഹനങ്ങൾ ഓടാൻ പോയിട്ട് നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയായിട്ട് ഒരുപാട് കാലമായി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ജംഗ്ഷനിൽ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയുമായും പാഴൂർത്തോട്ടം പള്ളി ജംഗ്ഷനിൽ മുക്കംകടവ് ആനയങ്കുന്ന് റോഡുമായി ബന്ധിപ്പിക്കുന്നതാണ് തകർന്നു കിടക്കുന്ന ഈ റോഡ്. 1.5 കിലോമീറ്ററോളം മാത്രം ദൈർഘ്യമുള്ള റോഡാണ് അവഗണിക്കപ്പെട്ട് കിടക്കുന്നത്. തകർന്ന് വലിയ കുളങ്ങളും കുഴികളുമായി കിടന്ന റോഡ് 6 വർഷം മുമ്പ് മൊയിലത്ത് ജംഗ്ഷൻ വരുന്ന ഭാഗത്ത് അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു. എന്നാൽ വൈകാതെ ജൽജീവൻ മിഷൻ പൈപ്പിടലിൻ്റെ ഭാഗമായി റോഡിൻ്റെ ഇരുവശങ്ങളും വെട്ടിക്കീറി നീളത്തിൽ കുഴിച്ചു. പൈപ്പിട്ട റോഡ് പിന്നീട് മൂടിയത് മണ്ണിട്ട് മാത്രമായതിനാൽ വാഹനങ്ങൾക്ക് ഓടാൻ പറ്റാതായി. മഴയത്ത് ഈ ഭാഗം കൂടുതൽ താഴ്ന്നും പോയി. റോഡരികിലെ വീടുകളിലേക്കുള്ള വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി. തുടർന്ന് വീടുകളുടെ വാതിൽക്കൽ കുഴികളിൽ മെറ്റലിട്ട് താൽക്കാലികമായി നന്നാക്കുകയായിരുന്നു. നിരന്തരമായി പരാതികളും നാട്ടുകാരുടെ പ്രതിഷേധങ്ങളും ശക്തമായതോടെ കുറച്ചു ഭാഗം പിന്നീട് ടാറിട്ട് നന്നാക്കി. എന്നാൽ 300 മീറ്ററോളം നീളത്തിൽ മാത്രമാണ് ടാറിംഗ് നടത്തിയത്. ഇതും 1.5 മീറ്റർ മധ്യഭാഗത്ത് മാത്രം. ബാക്കി 2 ഭാഗവും തകർന്ന് തന്നെ കിടക്കുന്നു. കുടിവെള്ള പൈപ്പിട്ട് പോയ ഭാഗങ്ങളിലെല്ലാം നീളത്തിൽ ടാറിംഗ് ഇല്ലാതെ തകർന്ന് താഴ്ന്നു കിടക്കുകയാണ്. എല്ലാ സ്ഥലത്തും പഴയ ടാറിങ്ങും തകർന്ന് വലിയ കുഴികളും വെള്ളക്കെട്ടുകളുമായി മാറി. പാഴൂർത്തോട്ടം ജംഗ്ഷനടുത്ത് ആഴവും വിസ്തൃതിയുമുള്ള ഗർത്തം മൂലം വെള്ളം കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ്. ഇവിടെ 3 വർഷം മുമ്പ് ഉയരം കൂട്ടി കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള നിലയിലാണ്. റോഡിൽ ഉയർന്നു നിൽക്കുന്നതിന് കോൺക്രീറ്റ് വശത്ത് തട്ടി വാഹനമുള്ള ചക്രത്തിന് കേടുപാടുകളും വരുന്നുണ്ട്. ആനയങ്കുന്ന് റോഡുമായി സംഗമിക്കുന്ന പാഴൂർത്തോട്ടം ജംഗ്ഷനിൽ ക്വാറി വേസ്റ്റ് ഇട്ടിരിക്കുകയാണ്. കൂർത്ത മൂർച്ചയുള്ള കല്ലുകളാണ് ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത്. വാഹനങ്ങളുടെ ടയറുകൾ കേടുവരുന്നതിനാൽ ഈ വശം മാറിയാണ് വാഹനങ്ങൾ ഓടുന്നത്. വളവും ജംഗ്ഷനുമായ ഇവിടെ ഇതുമൂലം അപകട ഭീഷണിയുമുണ്ട്. ഇതിനടുത്തുള്ള കലുങ്കിനോട് ചേർന്ന് റോഡിൻ്റെ വശം ഇടിഞ്ഞുപോയി അപകടക്കെണിയായിട്ടും വർഷങ്ങളായി. കാട് മൂടിക്കിടക്കുന്ന ഈ ഇടിഞ്ഞ ഭാഗത്ത് 12 അടിയിലേറെ താഴ്ചയുള്ള തോടാണ്. സ്കൂൾ വാഹനങ്ങളടക്കം അനേകം വാഹനങ്ങൾ ഓടുന്ന റോഡാണിത്. കുട്ടികളടക്കം കാൽനട യാത്രക്കാരും ഒരുപാടുണ്ട്. വയനാട്ടിൽ നിന്ന് കോടഞ്ചേരി, തിരുവമ്പാടി, മുക്കംകടവ് വഴി വരുന്ന വാഹനങ്ങൾക്ക് മുക്കം ടൗണിലെ തിരക്കൊഴിവാക്കി എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കാനും തെക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരിച്ചും ഇതുപോലെ പോകാനും ഉപകാരപ്പെടുന്ന റോഡ് കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, മുക്കം.